ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചൈനീസ് ചിക്കൻ റെസിപ്പി നോക്കിയാലോ. ഭയങ്കര ഈസി ആയിട്ട് കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഒരു ഫുഡിൻ്റെ കോംബോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അത് മാറ്റാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാട്ടോ ഞാൻ. എപ്പോഴും അത് തന്നെ ഉണ്ടാക്കി കഴിക്കുക. എനിക്ക് എപ്പോഴും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചിക്കൻ കടായി ആയിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുക്കണം. ചിക്കനിൽ കുറച്ച് സോയാ സോസ്, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് പൊരിച്ചെടുക്കുക. പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഉള്ളി ഒന്നിങ്ങനെ ക്യൂബ് പോലെ കട്ട് ചെയ്ത് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് സോട്ടായി വന്നാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്നെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് അടച്ചു വെച്ച് കുക്കായി ഒന്ന് നല്ല കുക്കായി വന്നാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും പിന്നെ കുറച്ച് സോയാ സോസും കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മെയിനായിട്ട് കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, ഈ 3 മസാലകൾ കേട്ടോ ചേർത്ത് കൊടുത്തത്. അത് ചേർത്ത് നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്താൽ നമ്മുടെ സാധനം റെഡി. പിന്നെ കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്നിങ്ങനെ കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു വെള്ളമൊക്കെ ഒന്നിങ്ങനെ ചെറുതായി കുറുകി വന്നാൽ നല്ല ഗ്രേവി ആയിട്ടുള്ള അടിപൊളി ചൈനീസ് ചിക്കൻ റെഡി.